കോഴിക്കോട് അക്രമം അഴിച്ചുവിട്ട് യുവമോർച്ച മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ പ്രതിഷേധത്തിന്റെ മറവിൽ കോഴിക്കോട് നഗരത്തിൽ യുവമോർച്ച വ്യാപക അക്രമം കാട്ടിയത് നമ്മൾ നേരത്തെ കണ്ടതാണ്. പോലീസിനെയും SFI പ്രവർത്തകരെയും മർദ്ദിച്ചു. ഇതിന്റെ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ശരണ്യ പൊയ്യേരി ചേരുകയാണ്. ശരണ്യ, എന്തൊക്കെയാണ് ഈ അതിക്രമത്തിന്റെ വിവരങ്ങൾ? അതിർഷാദ്, മനഃപൂർവ്വമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ യുവമോർച്ച സംഘം കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധം സൃഷ്ടിക്കുന്നത്. ABPയുടെ നേതൃത്വത്തിലും നഗരത്തിലെ പലയിടങ്ങളിലായി കരിങ്കൊടി പ്രകടനങ്ങൾ കാണിക്കുന്ന ഒരു രീതി രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. മന്ത്രി രാവിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ തന്നെ ABP പ്രവർത്തകർ അണിനിരക്കുന്നതിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം ഒരു പ്രക്ഷോഭം മന്ത്രിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ പരാമർശത്തിനെതിരെയാണ് ഇവർ ഇപ്പോൾ ആഞ്ഞടിക്കുന്നത്. അത്തരം പരാമർശം നടത്തുന്നതിനെ മന്ത്രിയെ വളരെ രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ പ്രകടനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ തന്നെ പലയിടങ്ങളിലായി യുവമോർച്ചയുടെയും ABPയുടെയും നേതൃത്വത്തിൽ വല്ലാത്ത രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും, അതായത് ക്രൂരമായ രീതിയിൽ SFI പ്രവർത്തകരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. SFI അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു അല്ലേ? കാരണം ഒരു വിദ്യാർത്ഥിയെ തലയ്ക്കും മുതുകിനുമൊക്കെ ആഞ്ഞാഞ്ഞിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. അക്രമം വളരെ വലിയ അക്രമമാണ് യുവമോർച്ച നടത്തിയത്. അതെ, തീർച്ചയായും അജിംഷാദ്. യുവമോർച്ച സംഘം മന്ത്രി പോകുന്ന വഴിയിൽ നിന്ന് മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ നിൽക്കുകയായിരുന്നു. അതിനെതിരെ ചോദ്യം ചെയ്യാനുള്ള SFI പ്രവർത്തകരെയാണ് ഇവർ വളരെ മൃഗീയമായി മർദ്ദിച്ചിരിക്കുന്നത്. അത്തരം ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. SFI പ്രവർത്തകർക്കെതിരെ ഇതിനെതിരെ കേസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നീട് പോലീസുകാർക്കെതിരെ യുവമോർച്ച പ്രവർത്തകർ രൂക്ഷമായ വിമർശനത്തിൽ പ്രക്ഷോഭം നടത്തിയത്. തീർച്ചയായും അങ്ങനെ അതിക്രമം കാട്ടുന്നു. ഇതിനകത്ത് പല വിഷയങ്ങളുമുണ്ട്. കാരണം ഈ ഭാരതാംബയുടെ ചിത്രം എന്നത് അത് RSSന്റെ ചിത്രമാണ്, അത് ഭാരതാംബയുടെ അല്ല. അങ്ങനെ ഒരു ചിത്രത്തെ സംബന്ധിച്ച് ഭരണഘടന പറയുന്നില്ല, ഒരു ഔദ്യോഗിക രേഖകളിലുമില്ല. RSSന്റെ ഒരു കൊടിയേന്തി നിൽക്കുന്ന ഒരു വനിതയെ ഭാരതാംബയായി എല്ലായിടത്തും പ്രതിഷ്ഠിക്കണമെന്ന അവരുടെ ആവശ്യം, ആ ആവശ്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അതിനുള്ള പ്രതിരോധം തീർക്കുന്ന മന്ത്രിക്കെതിരെ പ്രതിഷേധം തീർക്കുന്നു എന്ന് മാത്രമല്ല, അത് അവരുടെ ജനാധിപത്യപരമായ അവകാശം ഉപയോഗിക്കുകയല്ല, മറിച്ച് അക്രമം കാട്ടുകയാണ്. അത് വ്യാപകമായതേ. ശരണ്യ പൊയ്യേരി. അതെ, തീർച്ചയായും ഷാദി. ഇന്ന് രാവിലെയും മന്ത്രിയുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. ഒരു വനിത RSS കൊടി ഏന്തിയ ചിത്രത്തെ എന്തിന് രാജ്ഭവനിൽ വെക്കണം? അതിന് ഗവർണർക്ക് എന്ത് അധികാരമാണുള്ളത്? ഒരധികാരവുമില്ല. അവർ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഭരണഘടനാപരമായ വിഷയങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ള കൃത്യമായ നിലപാട് രാവിലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ എല്ലാം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ പല ഇടങ്ങളിലായി യുവമോർച്ചയും ABPയും ചേർന്ന് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ ഇപ്പോൾ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. തീർച്ചയായും RSS ബിംബങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളിലും പൊതുപരിപാടികളിലും അവതരിപ്പിക്കണമെന്ന വാശി, അതിനെതിരെ ഭരണഘടന ഉയർത്തി പ്രതിരോധം തീർക്കുന്ന മന്ത്രിമാർക്കെതിരെ പ്രതിഷേധിക്കുകയും ഒപ്പം അതിനേക്കാൾ ഉപരിയായി അക്രമം കാട്ടുകയും ചെയ്യുന്ന രീതിയാണ് ഇന്ന് തെരുവുകളിലാകെ യുവമോർച്ച ചെയ്തത്. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ പൊയ്യേരിയും നൽകിയത്.